ഇന്ന് നമുക്കൊരു അഡ്വഞ്ചറസ് ഡ്രൈവിന് പോയാലോ? ടു ദ വേൾഡ്സ് ഹയസ്റ്റ് ടീ പ്ലാന്റേഷൻ at a height of 7,900 feet above the sea level. Our destination today is കൊളുക്കുമലൈ. സൂര്യനെല്ലിയിൽ നിന്നും ജീപ്പിൽ മാത്രമേ ഇങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ജീപ്പ് യാത്ര തന്നെ ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിലാണ് കൊളുക്കുമലയിലെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് ഈ സ്ഥലം. മൂന്നാറിൽ നിന്നും ഒരു 35 കിലോമീറ്റർ ദൂരെയുള്ളൂ ഇങ്ങോട്ട്. പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങളുള്ള വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. രണ്ട് ഭാഗത്തും തേയിലക്കാടുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലങ്ങളിലേക്കുള്ള ഐഡിയൽ ടൈം ടു വിസിറ്റ് ഇസ് ബിറ്റ്വീൻ സെപ്റ്റംബർ ആൻഡ് മാർച്ച് ബിക്കോസ് ഓഫ് ദ പ്ലെസന്റ് വെദർ ആൻഡ് ദ ക്ലിയർ സ്കൈ. പക്ഷെ ഞങ്ങളുടെ യാത്ര സമ്മർ വെക്കേഷനിലായിരുന്നു, കഴിഞ്ഞ മെയ്യിൽ. പേടിയുള്ള മീനക്കുട്ടി. ഹായ് അന്നോ, where are you going? കൊളുക്കുമലൈ. കൊളുക്കുമലൈ 6 കിലോമീറ്റർ പോവാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഓഫ് റോഡ് ചെയ്യണം. അതെ അല്ലേ, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ. ഒരു മിനിറ്റ് ഇതൊന്ന് കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരസ്യവാചകമില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു. അത് ഈ ടീ പ്ലാന്റേഷനെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കും. കാരണം ഇവിടുത്തെ തേയിലയുടെയും മണവും രുചിയും ഒന്ന് പ്രത്യേകം തന്നെയാണ്. കൊളുക്കുമലൈ ടീ ഫാക്ടറി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടീ ഫാക്ടറിയാണ്. മീനിന്റെ പേടി മാറിയല്ലോ, മീനിന്റെ പേടി മാറിയല്ലോ. വഴി കൊടുക്കാനാണോ ഇതിലെ പോണേ? അല്ലല്ല, ഇവിടെ നിന്നാണ് ശരിക്കുള്ള ഓഫ് റോഡ് ഡ്രൈവ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് മുകളിൽ എത്തുന്നത് വരെ 11 ഹെയർ പിൻ ബെൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓർഗാനിക് ടീ പ്ലാന്റേഷൻ ആണ് ഈ കൊളുക്കുമലയിലുള്ളത്. അതായത് രാസവളമോ കീടനാശിനിയോ ഒന്നും ഈ തോട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. ഞങ്ങളുടെ വണ്ടി വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. പണ്ട് കാലത്ത് ഇതൊരു കാടായിരുന്നു. 1902 ഇവിടെ തോട്ടത്തിൽ തേയില കൃഷി ചെയ്യാൻ തുടങ്ങിയത്, കൊളോണിയൽ പീരീഡിൽ. ഉയർന്ന പ്രദേശത്ത് വളരുന്നത് കൊണ്ടാവും ഇവിടുത്തെ തേയിലയ്ക്ക് ഒരു പ്രത്യേക രുചിയും മണവുമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും ഇതിനെ ട്രഡീഷണൽ രീതിയിലാണ് പ്രോസസ് ചെയ്യുന്നത്. That is the point. നല്ല വിഷ്വൽ കിട്ടാനുള്ള ഒരു കുഞ്ഞി സാഹസികത. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഭംഗിയൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ കുത്തനെയുള്ള കയറ്റം, അടപ്പിളകി എന്ന് തൃശ്ശൂർ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. And all of that stuff, you know. So I should pretty sure I'll tell Anjali ma'am about this trip. Oh my God. This is funny to watch. ഒരു യൂട്യൂബർ എന്തെല്ലാം ചെയ്യണം, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ
Just for a view, for a video. Good views, good visuals, good shots. Yay! No. ഗംഭീര കയറ്റം. ഇടയിൽ ഞാൻ വിചാരിച്ച ഒരു പോയിന്റില് വഴി തെറ്റിയത്. ഇല്ല, അടിപൊളി. നമ്മളിങ്ങനെ ഉയരങ്ങളിലേക്ക് പോവാണ്. ആ കാണുന്നത് ബോസ് പീക്ക്. ഇനിയും കുറെ ദൂരമുണ്ട് പോവാൻ. ഇതാണ് റോഡിന്റെ അവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കിട്ടി, നല്ല തണുപ്പും. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടിയും വരും. സീസണാണല്ലോ ഇപ്പോൾ. കൊളുക്കുമല ടി എസ്റ്റേറ്റിന്റെ എൻട്രൻസ് ആണ് അല്ലേ? കണ്ടു കണ്ടു കണ്ടു. The world's highest grown orthodox tea. അതാണ് അവിടുത്തെ പ്രത്യേകത. Now you are at 7,130 feet. Now we are entered തമിഴ്നാട്. ഒന്നും കാണാനില്ല. മിസ്റ്റ് കാരണേ. അതെ അതെ അതെ. കൊളുക്കുമലയിലെ ഹയസ്റ്റ് പീക്കിനെ ബോസ് പീക്ക് എന്നാണ് പറയുന്നത്. അറ്റ് ആൻ എലിവേഷൻ ഓഫ് 7,120 feet above the sea level. ഈ മുഴുവൻ ടി എസ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണത്. സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള മീശപ്പുലിമലയിലേക്ക് ഇവിടെ നിന്നും ഒരു ട്രെക്ക് ഉണ്ട്, വയാ ദ ടീ പ്ലാന്റേഷൻസ്. പലയിടത്തും ചെങ്കുത്തായി വളഞ്ഞു പൊളഞ്ഞിട്ടുള്ള ഒരു കയറ്റമാണ്. കുറച്ച് പേടിയാവും, എന്നാലും അതൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് ഫ്യൂ കിലോമീറ്റേഴ്സ് ഓഫ് ദ ഡ്രൈവ് വാസ് റിയലി ബംപി. ആ സമയത്ത് എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ബിക്കോസ് ഓഫ് ദ ഷെയ്ക്ക്. പക്ഷേ ഈ യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. മുകളിലെത്തിയപ്പോഴാണ് നമ്മുടെ ആൻറ്റി ക്ലൈമാക്സ്. നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ, അതുകൊണ്ട് ഇവിടെ മൊത്തം മൂടൽ മഞ്ഞ്. നമുക്ക് പണി കിട്ടി, ഒന്നും കാണാനില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ പട്ടിയും കുട്ടിയില്ലാതെ ശരിക്കും ട്രെക്ക് ചെയ്ത് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ബോസ് പീക്കിലേക്കും ഇങ്ങോട്ടും ഒരു ചെറിയ ട്രെക്ക് പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് ടൈം. Point for you guys. കുറേ നേരം മഴ മാറാൻ ഞങ്ങളവിടെ കാത്തു വന്നു. പക്ഷെ മഴ ചാറിൽ തന്നെ, മൂടൽമഞ്ഞും മാറുന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ വ്യൂ പോയിന്റ് എത്തി. ഇനി കൊളുക്കുമല കണ്ടില്ല എന്ന് ആരും പറഞ്ഞേക്കരുത്.
അതിരാവിലെ 4:30 ഈ സൂര്യനെല്ലി വരികയാണെങ്കിൽ അവിടെ നിന്ന് ജീപ്പിൽ മുകളിൽ കയറി സൺറൈസ് കാണാൻ സാധിക്കും. ഇപ്പോൾ മലമുകളിൽ കുറച്ച് താമസ സൗകര്യങ്ങൾ, അതായത് ടെൻറ്റ്, ക്യാമ്പിംഗ് എല്ലാം ഉണ്ട്. രാത്രിയിൽ അവിടെ കിടന്ന് പുലർക്കാലത്തെ സൂര്യോദയം കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ടെൻറ്റിൻ്റെ സൗകര്യം ആസ്വദിക്കാം. നല്ല കാറ്റടിച്ചാൽ നമുക്ക് ആ മൗണ്ടൻ പീക്ക് കാണാം. താഴേക്ക് പോവാണ്. അയ്യോടാ, അഡ്വഞ്ചർ ഇനിയും തീർന്നിട്ടില്ല. ഇനി നമുക്ക് താഴോട്ട് പോകണം. താഴേക്കുള്ള യാത്ര ഇതിലും കൂടുതൽ അഡ്വഞ്ചറസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് മഴ കാരണം വഴിയൊക്കെ ആകെ ചെളിപിളിയായി കിടക്കുകയാണ്. മീനുവിനെ കാണട്ടെ. മീൻ ഉറങ്ങാം. നമ്മൾ താഴേക്ക് പോവാം. അതാ കുറേശ്ശെ മാറി തുടങ്ങി. മുകളിൽ നിന്നുള്ള വ്യൂ is only a part of the whole trip. The journey itself is the destination എന്നാണ് മൂന്നാറിൽ എവിടെ വന്നാലും നമുക്ക് മനസ്സിലാവുക. ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ചും ഇടയിലിടയിൽ നിർത്തി നല്ല ഭംഗിയുള്ള ലൊക്കേഷനൊക്കെ എത്തുമ്പോൾ കുറച്ച് നേരം പുറത്തിറങ്ങി ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നെയും മുന്നോട്ട്. Hi. Hi. വീണ്ടും ഒരു യാത്ര ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ ടു സീ ദ സൺറൈസ് ആൻഡ് ദ വ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര പറയുകയാണ് ടു ദിസ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ കൊളുക്കുമലൈ. കീപ് വാച്ചിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് us and bye from കൊളുക്കുമലൈ. നമ്മളിപ്പോൾ ടീ ഫാക്ടറി വന്നിരിക്കുകയാണ്. ഹാരിസൺ മലയാളത്തിൻ്റെ സൂര്യനെല്ലി ടീ ഫാക്ടറി. ഇവിടെ നിന്ന് കുറച്ച് ചായപ്പൊടി മേടിച്ചിട്ട് പോവാം.